ഫ്രീഡം ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീഡത്തിന്റെ ഫ്രിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മോട്ടറൈസ്ഡ് വീൽ ചെയർ ആണ്. ഈ കാണുന്ന പോലെ ഫുൾ ബ്ലാക്കില് നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു വീൽ ചെയർ ആണ്. ഇതും വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അലുമിനിയം ഫ്രെയിമിൽ വരുന്ന വീൽ ചെയർ ആണ്. അപ്പോൾ ഈ വീൽ ചെയറിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീൽ ചെയറിന്റെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫ്രിഡോ എന്ന വീൽ ചെയറിന്റെ ജോയ്സ്റ്റിക് ആണ് ഈ കാണുന്നത്. നോർമലി എല്ലാ മോട്ടറൈസ്ഡ് വീൽ ചെയറിനും പോലെ തന്നെ വരുന്ന നോർമൽ ഒരു വീൽ ചെയറിന്റെ ജോയ്സ്റ്റിക് ആണ് ഈ കാണുന്നത്. ഇതിൽ പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജിന്റെ സിഗ്നൽ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോൺ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് മൈനസ് പ്ലസ് ആക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്, മ്യൂട്ടാക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ SOS എന്നൊരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു വിരലിൽ ഒരു ഫിംഗർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കൺട്രോളർ വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ജോയ്സ്റ്റിക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കണ്ടിതോ, അതിനോടൊപ്പം തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ആംബ്രസ്റ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് വീൽ ചെയറിന് സ്ലൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വീൽ ചെയർ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിലേക്കും അതുപോലെ തന്നെ ബെഡിലേക്കും ബാത്റൂമിലേക്കും ഒക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്തിട്ട് മാറാൻ പറ്റും. നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് അതേപോലെ ജസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമുക്ക് ആംബ്രസ്റ്റ് ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാനും തിരിച്ച് വെക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഈസി ഫോൾഡബിൾ വീൽ ചെയർ ആണ് ഫ്രിഡോ നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കണ്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനോടൊപ്പം ഈ റെഡ് കളർ കൂടി ഇവിടെ വന്നപ്പോൾ വളരെ നല്ല ലുക്കിൽ നമുക്ക് ഈ വീൽ ചെയറിനെ കാണാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടൊരു വീൽ ചെയർ ആണ്. ഇതിന്റെ ഫുഡ് റെസ്റ്റ് നോർമലി എല്ലാ വീൽ ചെയറിനും ഇവിടെ പ്ലാസ്റ്റിക് ആണ് വരുന്നതെങ്കിൽ ഇതിനിവിടെ അലുമിനിയാണ് വന്നിട്ടുള്ളത്. ഫുള്ളി അലുമിനിയം ഫ്രെയിമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പൊട്ടിപ്പോകത്തില്ല, അതുപോലെ തന്നെ അങ്ങനെ പൊട്ടിക്കീറി കേടുവരത്തില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് മറ്റുള്ള വീൽ ചെയർക്ക് ഇങ്ങനെ ഇതുപോലുള്ള വീൽ ചെയറിലൊക്കെ പ്ലാസ്റ്റിക് ആവുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കൂടി ഈ വീൽ ചെയറിൽ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു പോക്കറ്റ്, ഒരു ബാഗ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചാർജറും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റോറേജ് ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വീൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ഫ്രണ്ട് വീല് PU ഫോം ആണ് വന്നിട്ടുള്ളത്. ഒരിക്കലും പഞ്ചർ ആവാത്ത ടൈപ്പ് ഫ്രണ്ട് വീലാണ്. ഇവിടെ ഒരു സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴിയിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ആക്ഷൻ വരുന്നതുകൊണ്ട് വലിയൊരു കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ ഓടിക്കുമ്പോൾ വലിയ പ്രയാസമില്ലാതെ ഓടിക്കാം. അതുപോലെ തന്നെ ഫോർക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈനാണ്. ഇതിന്റെ ഡിസൈനെ കുറിച്ചാണ് പ്രത്യേകം പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആരും വീൽ ചെയർ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാമർ നോക്കുമ്പോൾ ഗ്ലാമർ ബേസിൽ ഇതുവരെ ഇറങ്ങിയ വീൽ ചെയറിലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇവിടെ അതുപോലെ തന്നെ ഒരു റെഡ് കളർ ഒരു സംഭവം വന്നുകൊണ്ട് തന്നെ ഈ ബ്ലാക്കിൽ ഈ റെഡ് ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫ്രിഡോന്റെ ലോഗോ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള അലുമിനിയം ഫ്രെയിമാണ്. അലുമിനിയം ഫ്രെയിം കൊണ്ട് തുരുമ്പിക്കുന്ന യാതൊരു വിഷയവും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഭംഗി കൂട്ടാനായിട്ട് ഫ്രെയിമിൽ തന്നെ നല്ല ഡിസൈൻ കൊടുത്തുകൊണ്ട് വീൽ ചെയറിന് നന്നായിട്ട് ഭംഗി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ഇവിടെ വരുന്നതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയാൻ തന്നെ ഉള്ളത്, ഈ റെഡ് ഇവിടെ വന്നുകൊണ്ട് നല്ല ഭംഗി നമുക്കത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാക്ക് വീലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എയർ അടിക്കുന്ന ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതും അലോയ് വീലാണ് വന്നിട്ടുള്ളത്. എയർ അടിക്കുന്ന ടയർ നമുക്ക് കുണ്ടുകുഴിയൊക്കെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. കാരണം ചെറിയൊരു സ്മൂത്ത്നെസ് വരുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കുഴി കൂടെയൊക്കെ ഓടിക്കാൻ പറ്റും. ഫ്രണ്ടിൽ ആ സ്പ്രിംഗ് ആക്ഷനും ഇതിന് എയർ അടിക്കുന്ന ടയറും കൂടി വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം കുണ്ടും കുഴി കൂടെ സുഖമായിട്ട് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡലാണ് ഫ്രിഡോ നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഈ വീൽ ചെയറിനോടൊപ്പം നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും അതുപോലെ തന്നെ കവർ ഊരിയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോമിൽ വരുന്ന ഒരു കുഷൻ നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതിന് വെൽക്രൂ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മളെ ബാക്ക് റെസ്റ്റിലും തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കുഷൻ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഊരി കഴുകുകയോ ചെയ്യാം. അതുപോലെ തന്നെ സൈഡിൽ രണ്ട് ആംബ്രസ്റ്റും സൈഡിൽ നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്യൂരിറ്റിക്ക് വേണ്ടി സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ വെൽക്രൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇരുന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ബാക്ക് റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ഫോം ടൈപ്പ് സംഭവം ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്ക് റെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടും കുറക്കും ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രിഡോ നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ഈ വീൽ ചെയറിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
ബാക്കിൽ 250 വാട്ട്സിന്റെ 2 മോട്ടർ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാനുവൽ മോഡിലേക്കും മോട്ടോർ മോഡിലേക്കും മാറ്റാനുള്ള ലിവർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ ആന്റി ടിപ്പർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്, ബാക്കിലേക്കും മുന്നിലേക്കും നീക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള 2 ആന്റി ടിപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുമ്പം മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റിക്ക് വേണ്ടി ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ഈ ബ്ലാക്കിൽ ഈ റെഡ്, ഇവിടെയൊക്കെ നോർമലി ഇതൊക്കെ ഒരു ഗ്രേ കളറിൽ ഒരു അലുമിനിയം കളറിലൊക്കെയാണ് സംഭവം വരാറ്. പക്ഷേ കമ്പനി ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിനും കൂടി ബ്ലാക്ക് കൊടുത്തോണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് റെസ്റ്റില് നല്ല അടിപൊളിയായിട്ട് ഒരു പോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോക്കറ്റിനോടൊപ്പം തന്നെ രാത്രിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റിഫ്ലക്ടർ കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഫ്രിഡോ എന്ന കമ്പനി ഇറക്കിയിട്ടുള്ള വീൽ ചെയറിന്റെ ബാക്ക് റെസ്റ്റ് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ബാക്ക് റെസ്റ്റിന്റെ കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ വെൽക്രൂ ഊരി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരി കഴുകാന്നൊക്കെ പറഞ്ഞല്ലോ, അതിന് വേണ്ടി ഇത് ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ ബെൽറ്റ് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വിടുത്ത് കൂട്ടാനും കുറക്കാനും ഒക്കെ ശകലം ഇങ്ങനെ ബാക്കിലേക്ക് ആഞ്ഞിരിക്കേണ്ട ആൾക്കാർക്ക് കുറച്ച് ലൂസാക്കിയിട്ടാൽ ചെറിയൊരു ഫ്രീ കിട്ടും. ഇതിൽ കുറച്ചിങ്ങനെ ബാക്കിലേക്ക് ആഞ്ഞിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ 2 സ്ക്രൂ വരുന്നുണ്ട്. ഈ ഫ്ലവർ സ്ക്രൂ പോലത്തെ 2 സംഭവം വരുന്നുണ്ട്. ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്ക് റെസ്റ്റ് വേണ്ട പോലെ ഇങ്ങനെ പൊക്കാനും താഴ്ത്താനും പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ. ഇത്രയും പൊക്കും താഴ്ത്തും ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ വെൽക്രൂ അഴിച്ചിട്ട് ഇത് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ചാരുന്ന ഭാഗവും ഇതേപോലെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ വെച്ചതിന്റെ ശേഷം ഈ 2 സ്ക്രൂ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് തിരിച്ച് നമ്മളെ ബാക്ക് റെസ്റ്റിന്റെ കുഷൻ ഇവിടെ കൊടുത്തിട്ട് വെൽക്രൂ വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ ആണ്. അതും ഈസി ഫോൾഡബിൾ ആയിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ വരുന്ന, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള, ഇതിലിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ചെറിയ ആളുകളൊക്കെ ഇതിലിരുന്ന് പോകുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള രൂപത്തിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈ വീൽ ചെയർ പ്രവർത്തിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയിലാണ്. അതായത് 24 വോൾട്ട് 20 എച്ചിന്റെ ലിഥിയം അയൺ ബാറ്ററി വെച്ചുകൊണ്ട് 15 മുതൽ 20 കിലോമീറ്റർ വരെ ഇത് ഓടിക്കാൻ പറ്റുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ ബാറ്ററി വരുന്നത് വീൽ ചെയറിന്റെ അടിവശത്താണ്. ഈ കാണുന്നതാണ് ബാറ്ററി. അതുകൊണ്ട് തന്നെ ബാറ്ററി ഊരാതെ നമുക്ക് ഈ വീൽ ചെയർ വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് ഇതിന്റെ ജോയിസ്റ്റിക്കിന്റെ കണക്ടർ. ചാർജറിന്റെ കണക്ഷൻ വരുന്നത് അടിയിലേക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ജോയിസ്റ്റിക്കിലും ചാർജ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ 20 എച്ച് ബാറ്ററി വെച്ചുകൊണ്ട് ഒരു 15 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ടാകാൻ പറ്റുന്ന, അത്യാവശ്യം എല്ലാ ഓഫ് റോഡിലൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീൽ ചെയർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെയിറ്റ്ലെസ് വീൽ ചെയർ ആണ്. ഫുൾ അലുമിനിയം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 29 kg ആണ് കമ്പനി ഇതിന്റെ വെയിറ്റ് പറയുന്നത്. കമ്പനി പറയുന്നത് ഒരു 110 കിലോ വരെയുള്ള ആളുകൾക്ക് ഇതിലിരുന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ളൊരു സീറ്റ് പിടുത്തും ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഫുൾ ബ്ലാക്ക് ആവുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അലുമിനിയം ആവുകൊണ്ട് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന പ്രശ്നങ്ങളോ യാതൊന്നും വരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നോർമൽ കേസിൽ നമ്മൾ വീൽ ചെയറുകളെ നോക്കുമ്പോൾ, മോട്ടോർ വീൽ ചെയർ നോക്കുമ്പോൾ ബാറ്ററി ഊരി മാറ്റണം, അത് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഫുഡ് റെസ്റ്റ് അയച്ചു മാറ്റണം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. ഇത്തരം ഒരു വീൽ ചെയർ ആകുമ്പോൾ നമുക്ക് ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഫോൾഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുഡ് റെസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊക്കി വെക്കുക എന്നുള്ളതാണ്. അതിന്റെ ശേഷം ഇതിന്റെ ബാക്കിലേക്ക് ഒന്ന് വരാം. നമുക്ക് ബാക്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ലോക്ക് ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഈ ലോക്ക് ഒന്ന് ജസ്റ്റ് ഇതേപോലെ അൺലോക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ അൺലോക്ക് ചെയ്താൽ ഇവിടെ അത് അൺലോക്ക് ആവും. അപ്പോൾ നമ്മളത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അൺലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് നമ്മൾ ബാക്ക് റെസ്റ്റിന്റെ അടിവശത്തുള്ള ലോക്ക് അൺലോക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് മടക്കാൻ പറ്റും. അപ്പൊ ടയർ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടോ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്ര സ്പേസിൽ ഈ സാധനത്തിന് മടക്കിയെടുക്കാൻ പറ്റും. ഇത് ചെറിയ വാഹനങ്ങളുടെ ഡിക്കിലും ഇതിനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഫ്രിഡോ എന്ന ഈ ഇലക്ട്രോണിക് വീൽ ചെയർ പ്രത്യേകത. വളരെ വെയിറ്റ്ലെസ് ആണ്, ഏത് ചെറിയ വാഹനത്തിന്റെ ഡിക്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതൊന്ന് നീർത്തി വെച്ച് നോക്കാം. ഇതേപോലെ നീർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലുണ്ടാവാം. കൂടുതൽ വിടുത്തും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഈ ഒരു രൂപത്തിൽ നമുക്കിതിനെ ഉരുട്ടിക്കൊണ്ടും പോകാൻ പറ്റും. കാരണം ഇതിന് വേറെ സെപ്പറേറ്റ് വീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീല് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഇങ്ങനെ ഒരു ബാഗ് കൊണ്ടുപോകണ പോലെ, ഒരു ക്യാരി ബാഗ് വലിച്ചു കൊണ്ടുപോകണ പോലെ ഇതേപോലെ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
അപ്പൊ നമ്മളിത് ഫോൾഡ് ചെയ്തു, ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഇത് എങ്ങനെയാണ് അൺഫോൾഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ പോണത്. അതും വളരെ ഈസിയാണ്. നേരത്തെ മടക്കിയാൽ ഇവർ പിടിച്ചിട്ടുണ്ട്, ജസ്റ്റ് പിടിച്ചിട്ട് ശരിക്കും താഴെ ഫുഡ് റെസ്റ്റിൽ പിടിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാണ്. ഞാൻ വീൽ ചെയർ ഇരിക്കുകൊണ്ട് എനിക്ക് ബാക്ക് രണ്ടിടത്തോളം പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് ഇതേപോലെ നിർത്തി കഴിഞ്ഞാൽ ഇത്ര ഈസി ആയിട്ട് ഇതിനെ അൺഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. മറ്റുള്ള വീൽ ചെയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്രീഡോ നമുക്ക് തരുന്നൊരു ഫ്രീഡം തന്നെയാണ്. കാരണം വളരെ ഈസി ആയിട്ട് മടക്കാനും വളരെ ഈസി ആയിട്ട് നിവർത്താനും പറ്റും. അതിൻ്റെ ശേഷം നമ്മളെ ഫുട്ടസ് താഴേക്ക് തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിരുന്ന് ഓടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വൃത്തിയുള്ളൊരു ഡിസൈനിൽ വളരെ ക്യൂട്ടായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വീൽ ചെയർ തന്നെയാണ് ഫ്രീഡോ നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. ഫ്രീഡം ലൈഫിലൂടെയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുക. ഫ്രീഡം ലൈഫിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് ഇത് വീട്ടിലെത്തിക്കും. 1 വർഷമാണ് കമ്പനി ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓൺസൈറ്റ് സർവീസാണ്. പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫ്രീഡം ലൈഫിലൂടെ. എന്ത് ആവശ്യമായിട്ടും നിങ്ങൾക്ക് ഫ്രീഡം ലൈഫായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീൽ ചെയർ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ആയിട്ട് എത്തിച്ചേരും. അപ്പൊ നമ്മൾ ഈ വീൽ ചെയറിന്റെ ബാറ്ററി ഒന്ന് ഊരി മാറ്റാനുണ്ടോ? കാരണം പല സമയത്ത് എന്തെങ്കിലും ആവശ്യം കൊണ്ട് നമുക്ക് ബാറ്ററി ഊരി മാറ്റുന്നതായിട്ടുള്ള വിഷയം വരുമ്പോൾ ഇത് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ അലൗഡ് ആയിട്ടുള്ള വീൽ ചെയർ ആണ്. അപ്പൊ ചില സമയത്ത് ഫ്ലൈറ്റൊക്കെ പോകുന്ന സമയത്ത് ബാറ്ററി ഊരി കൈ പിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വീൽ ചെയറിന്റെ ബാറ്ററി നമ്മൾ റിലീസ് എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്ത് പോകാം. അതിനായിട്ട് നമ്മൾ ജോയ്സ്റ്റിക്ക് എന്ന് വരുന്ന കേബിള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കേബിള് നമ്മൾ ആദ്യം അഴിച്ചെടുക്കണം. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചെറിയൊരു ലോക്ക് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി സുഖമായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, അതിനോടൊപ്പം തന്നെ ഈസി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അതാണ് നമ്മുടെ വീൽ ചെയറിൻ്റെ കണക്ടർ കേട്ടോ. ജോയ്സ്റ്റിക്കിലേക്ക് പവർ പോകുന്ന കണക്ടർ. അത് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിവശത്ത് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് റിലീസ് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബാറ്ററി വലിച്ചു ഊരാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴൊന്നും വീൽ ചെയറിൻ്റെ ബാറ്ററി ഊരേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ഊരേണ്ടതായിട്ട് വന്നാൽ ഇതാണ് ബാറ്ററി. ഈ കാണുന്നതാണ് ബാറ്ററി. നമുക്ക് ഈ ക്ലിപ്പാണോ, ഈ ക്ലിപ്പ് ജസ്റ്റ് റിലീസ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെയാണ് നമ്മളുടെ ജോയ്സ്റ്റിക്കിൽ നിന്ന് വരുന്ന പവറിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് ഇതിൻ്റെ അടിവശത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജോയ്സ്റ്റിക്കിൽ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇവിടെയും ചാർജ് ചെയ്യാം. ബാറ്ററിയൊക്കെ ഊരിക്കൊണ്ടിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കുത്തിയിട്ട് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജോയ്സ്റ്റിക്കിലൂടെയും ചാർജ് ചെയ്യാം. ഇവിടെ ആവശ്യമില്ലെങ്കിൽ നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ 20 AH ലിഥിയം അയൺ ബാറ്ററിയാണ്. 24 വോൾട്ടിൽ വരുന്ന 20 AH ലിഥിയം അയൺ ബാറ്ററിയാണ് ഇത് വരുന്നത്. ഏകദേശം ഒരു 2.5 കിലോ വെയിറ്റ് ആണ് ഈ ബാറ്ററിക്ക് ഉണ്ടാവുക കേട്ടോ. 2.5 കിലോ വെയിറ്റ് ആണ്. 1 വർഷം വാറണ്ടി തരുന്നുണ്ട്. എന്തായാലും ഒരു 5 വർഷം വരെയൊക്കെ ലൈഫ് ഈ ബാറ്ററിക്ക് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി 1 വർഷമാണ് കമ്പനി ഇതിന് വാറണ്ടി തരുന്നതെങ്കിലും ഒരു 5 മുതൽ 8 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു 2.5 കിലോ ഒക്കെ വെയിറ്റ് ആണ് ഇത് ഉണ്ടാവുക. ഒരു കയ്യിൽ ഇങ്ങനെ സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പം നമുക്കിത് തിരിച്ച് അതിലൊന്ന് വെച്ച് നോക്കാം. ജസ്റ്റ് നമ്മൾ ഊരി മാറ്റിയ പോലെ തന്നെ ആ ക്ലിപ്പ് അമർത്തിക്കൊണ്ട് ഇവിടെ ഒരു ചാനൽ വരുന്നുണ്ട്. ആ ചാനലിലേക്കാണ് അത് ലോക്ക് ആവുന്നത്. കാണുന്ന ചാനലിലേക്ക് പോയിട്ട് ലോക്ക് ആവുകയാണ്. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിനെ തിരിച്ചു വെച്ചതിന് ശേഷം കണക്ട് ചെയ്യുമ്പം ആ ത്രെഡ് കറക്റ്റ് ടൈറ്റ് ആയിട്ടില്ല, അത് കറക്റ്റ് ശ്രദ്ധിക്കണം. ഇങ്ങനെ ലോക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വലിച്ചു നോക്കുക പോരുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ജോയ്സ്റ്റിക്കിൽ നിന്ന് വരുന്ന കണക്ടർ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കണക്ടർ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ത്രെഡ് ലൂസ് ആവാതെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് അത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് പിൻ ചെയ്യാൻ പറ്റും. പിൻ ചെയ്തിട്ട് അതിൻ്റെ ആ മുറുക്കുന്ന സാധനം, അതിൻ്റെ ത്രെഡ് ടൈപ്പ് ടോപ്പ് വരുന്നുണ്ട്. ടോപ്പ് കറക്റ്റായിട്ട് തിരിച്ച് മുറുക്കി നല്ല ടൈറ്റായിട്ട് കൊടുക്കുക. അത് നമ്മൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. വീൽ ചെയർ എന്തെങ്കിലും സ്പീഡ് കുറവോ അല്ലെങ്കിൽ കണക്ഷൻ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അത് ലൂസായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ ഓടിക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ നമുക്കിത് മാനുവൽ മോഡില് ഇങ്ങനെ മാനുവൽ മോഡിൽ ഇങ്ങനെ ആളെ വെച്ച് നമുക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാനും, അതുപോലെ തന്നെ മോട്ടോർ മോഡല് ഈ ജോയ്സ്റ്റിക്ക് വെച്ച് ഓടിച്ചുകൊണ്ട് പോകാനും പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ മോട്ടറിലാണ് അതിന്റെ ലിവർ വരുന്നത്. ഈ ഒരു കാണുന്ന ലിവർ, ഈ 2 റെഡ് ലിവർ, ഇത് ഇപ്പം അൺലോക്കിലാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ, ലോക്കിലേക്ക് ആയി കഴിഞ്ഞാൽ വീൽ ചെയർ ലോക്ക് ആവും. പിന്നെ തള്ളിയാൽ പോകത്തില്ല, ജോയ്സ്റ്റിക്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. അത് തിരിച്ച് ഇവിടെ ഒരു സിമ്പിളൊക്കെ വരുന്നുണ്ട്. ആ സിമ്പിൾ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇത് വളരെ ഈസി ആയിട്ട് മാനുവൽ മോഡിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആന്റി ടിപ്പറിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി ഡിസൈൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിഡോന്റെ വീൽ ചെയറിലേക്ക് മാറിയിരുന്നു. ഞാൻ ജോയിസ്റ്റിക്ക് ഒന്ന് ഓണാക്കി. അപ്പം ഇനി ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. ഓണൊക്കെ ഒന്ന് അടിച്ചു. ഓടിക്കാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺട്രോളിങ് വളരെ സുഖമാണ്. ഒരു വലിയ ടൈപ്പും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു വിരലിൻ്റെ ഒരു ആക്ഷൻ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടാവും. ചെറിയ സ്പേസിൽ കിട്ടുന്നതുപോലെ കറക്കാൻ പറ്റും. വലിയൊരു സ്പേസ് ഒന്നും വേണ്ട. ഇരിക്കാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത രൂപത്തിൽ ഇരിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ റിക്ലൈനിങ് കാര്യങ്ങളും ഇല്ല. ഡയറക്റ്റ് അങ്ങനെ ചാലിരിക്കുന്ന പോലെ നോർമൽ വീൽ ചെയർ ഇരിക്കുന്ന പോലെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന വീൽ ചെയറാണ്. ഇതാണ് ഫിഡോന്റെ ഈസി ഫോൾഡബിൾ ആയിട്ടുള്ള മോട്ടറൈസ്ഡ് വീൽ ചെയർ. ഈ വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീൽ ചെയറിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ വീൽ ചെയർ ആവശ്യമുള്ള ആളുകളൊക്കെ ഫ്രീഡം ലൈഫ് കൊണ്ട് കോൺടാക്ട് ചെയ്യാം. വീൽ ചെയർ ആവശ്യമില്ലാത്ത ആളുകളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.